ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഭദ്രകാളി അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. ഇന്ന് ഭദ്രകാളി അമ്മ എന്തൊക്കെ സന്ദേശങ്ങളാണ് നമുക്ക് തരാൻ പോകുന്നത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാം എന്നതിനെ പറ്റിയും അതെന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നും ഒന്ന് നോക്കാം. കടുംപായസം കാര്യവിജയത്തിന്, പുഷ്പ അഭിഷേകം ഐശ്വര്യത്തിന്, സഹസ്രനാമാർച്ചന കാര്യവിജയം കർമ്മലാഭം, അഷ്ടോത്തരാർച്ചന തടസ്സ നിവാരണം, കരിക്കഭിഷേകം രോഗശാന്തിക്ക്, കുങ്കുമാർച്ചന കാര്യസിദ്ധിക്ക്, ചുവന്ന പട്ട് തടസ്സ നിവാരണം. അതേപോലെ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഏത് കാര്യത്തിന് പുറപ്പെടുന്ന സമയത്തും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എനിക്കെന്താണ് തടസ്സമുണ്ട്, ഒരു ഭാഗ്യക്കേടുണ്ട്. ഞാൻ എത്ര വർക്ക് ചെയ്താൽ പോലും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ പോലും എനിക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യസൂക്തം ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്തം ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ നാളിൻ്റെ അന്ന് അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ മാസവും നിങ്ങളുടെ നാൾ വരുമല്ലോ, അപ്പോൾ ആ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഇതേപോലെ ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുവന്ന ചെമ്പരത്തി, ചുവന്ന തെറ്റിയൊക്കെ നിങ്ങൾക്ക് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ്, സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചുവന്ന ചെമ്പരത്തിയും ചുവന്ന തെറ്റിയും മാല കെട്ടി അമ്പലത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്നതുമാണ്. അത് നിങ്ങൾക്ക് ശത്രുദോഷം മാറാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കുങ്കുമം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതും ഭദ്രകാളി അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ഭദ്രകാളി അമ്മയുടെ പേര് പോലെ തന്നെ നമുക്ക് ഭദ്രതയും സുരക്ഷയും നൽകുന്ന അമ്മയാണ് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത്. വീടുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ദേവിയുടെ പ്രീതിക്കായിട്ട് അഷ്ടോത്തര ശതനാമാവലി സ്തോത്രം ഭദ്രകാളി 10, ഇത് 10 ശ്ലോകങ്ങളടങ്ങിയ കാളി സ്തോത്രമാണിത്. പ്രത്യേക കാരണങ്ങളില്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഭയം നിറയുക, തുടർച്ചയായ രോഗദുരിതം, അമിതമായ ചിലവ്, നിങ്ങളുടെ ധനം നഷ്ടമാകുന്നുണ്ടെങ്കിൽ, കുടുംബകലഹം, മദ്യപാനം, അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ പരിഹരിക്കാൻ വളരെ നല്ലൊരു സ്തോത്രമാണ് ഭദ്രകാളി 10. അപ്പം ഈ ഭദ്രകാളി 10 എന്നുള്ളത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിങ് കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ റീഡിങ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ സന്ദേശങ്ങളാണ് അമ്മ നമുക്ക് തരുന്നതെന്നുള്ളത്. പിന്നെ ഭദ്രകാളി 10 എന്ന സ്തോത്രം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയും ചെയ്യാമേ. റീഡിങ്ങിനകത്ത് അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സമാധാനമായിരിക്കുക, ധൈര്യമായിരിക്കുക എന്ന് തന്നെയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പൂട്ടി വെച്ചേക്കുന്ന ഒരവസ്ഥയിൽ ഉള്ള ആൾക്കാരുണ്ട്. അത് കൂടുതലും മാനസികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാനസികമായിട്ട് നിങ്ങൾ പൂട്ടി വെച്ചേക്കുന്ന ഒരവസ്ഥയിലുള്ള ആൾക്കാരാണ് കൂടുതലും. അതേപോലെ തന്നെ പ്രാക്ക് ദോഷം ഉള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം കുടുംബങ്ങളിൽ പോലും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രാക്ക് ദോഷം, ആൾക്കാരുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആൾക്കാർ കാരണം ചിലത് ജോലി സ്ഥലങ്ങളിലാണ് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത്. പ്രാകുന്ന ഈ വാക്കുകൊണ്ടുള്ള ഒരുപാട് മോശമായിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരിക, അത് അങ്ങനെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീര് അമ്മയുടെ മുന്നിൽ വീണിട്ടുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറുപടി കിട്ടും. ചില കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നു എന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഒരു മരം, ചില മരങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ
ഇലയെല്ലാം കൊഴിഞ്ഞിങ്ങനെ നിൽക്കാറുണ്ടല്ലേ, എല്ലാ ഇലകളും ഒക്കെ കൊഴിഞ്ഞ്. അപ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നു ഇത് അവസാനമാണ്, ഇത് നശിച്ചു പോയി, ഇനി ഇല്ല എന്നാണോ? അല്ല, അത് വീണ്ടും കിളിർക്കുന്നുണ്ട്, അതിനകത്ത് ഇലകൾ വരുന്നുണ്ട്. ആ മരം വീണ്ടും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ് അല്ലേ. വീണ്ടും ഒരു വസന്തകാലത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ഒരുങ്ങുവാണ്. അപ്പം ചിലർ എല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ നശിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണ്. സ്വയം ഇങ്ങനെ നിങ്ങളെ തന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മൂലം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പേരും. അപ്പം അതിലൊക്കെ ഒരു വളരെ വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും അയ്യോ അയാൾ നല്ലതായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇത് കാരണം അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കാണ് പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളിൽ തന്നെ ശ്രദ്ധ നിങ്ങളിൽ തന്നെ കേന്ദ്രീകരിക്കൂ എന്ന് തന്നെയാണ്. അമ്മ നിങ്ങൾക്ക് തരുന്ന ഒരു വലിയൊരു മറുപടി എന്ന് പറഞ്ഞാൽ, അവരെന്ന് പറയുന്നത് വളരെ ജലസായിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങളെ അവരെക്കാൾ ഉയരത്തിൽ വളർത്തി ആണ് അമ്മ അവരോടുള്ള പ്രതികാരം ചെയ്യാൻ പോകുന്നത്. അവർക്കുള്ള ശിക്ഷ അമ്മ കൊടുത്തോളൂ. അതിന് നീയായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് അമ്മ പറയുന്നത്. നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ അമ്മ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനെയുള്ള ചോദ്യം ചെയ്യലുകളൊന്നും അമ്മയുടെ അടുത്ത് വേണ്ട. അമ്മയ്ക്കറിയാം എന്താണ് കാര്യം, അമ്മ എല്ലാം കാണുന്നുണ്ട്. നിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും നിൻ്റെ വിഷമങ്ങളും നിൻ്റെ കണ്ണീരും എൻ്റെ മുന്നിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ട് എന്ന് തന്നെ ഒരു വലിയൊരു ഉറപ്പാണ് പറയുന്നത്. അപ്പം നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത്. മറ്റുള്ളവർ പ്രാവുന്നു, മാറ്റി നിർത്തുന്നു, എന്നെ അവഗണിക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കഴിവില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ്, എൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞ, ജോലി കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതൊന്നും നീ ശ്രദ്ധിക്കാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ നീ ചെയ്യുക എന്ന് തന്നെയാണ്. നീ തളർന്നിരിക്കേണ്ട ഒരാളല്ല. വല്ലവരും എന്തെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ഞാൻ തളർന്നിരിക്കുമോ, എനിക്ക് പറ്റത്തില്ല എന്ന് നീ സ്വയം നിന്നെ മാറ്റി നിർത്തരുത്. നിനക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്തോണം. നീ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ നിൻ്റെ സാഹചര്യങ്ങൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ നീ ഇരിക്കരുത്. നീ തളർന്നിരിക്കേണ്ട ആളല്ല കുഞ്ഞെ, നീ തളർന്നിരിക്കരുത്. വല്ലവരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നീ തളർന്നിരിക്കാനുള്ള ആളല്ല എന്ന് തന്നെയാണ് അമ്മ ഓർമ്മപ്പെടുത്തുന്നത്. നീ നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താൽ നീ ഉയർന്നു വരും എന്നുള്ളത് നീ ചെയ്തോണം. നിൻ്റെ ഭാഗം നീ ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഭാഗം അമ്മ ചെയ്യും. നിൻ്റെ സമയം വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. പക്ഷേ നീ ചുറ്റുമുള്ള ആൾക്കാരെ പേടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നീ അത് മനസ്സിലാകാതെ പോകുന്നു. ഈ സമയത്ത് നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു മാറ്റം ഉണ്ടാകും. അതേപോലെ നിനക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ഉറപ്പും അമ്മ തരുന്നുണ്ട്. നിനക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെയോ മാർഗങ്ങൾ തുറന്നു വരുന്നതായിട്ട്, അല്ലെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള എന്തോ ഒരു കാര്യം അമ്മ നിനക്ക് തുറന്നു തരാൻ പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു വലിയൊരു മുന്നറിയിപ്പായിട്ട് അമ്മ തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആൾക്കാരെ അറിഞ്ഞ് പെരുമാറാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കുക. നിനക്ക് തന്നെ അറിയാം നിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ പലരും അസൂയയും കുശുമ്പും നിറഞ്ഞ ആൾക്കാർ തന്നെയാണ്, ഭയങ്കര ജലസാണ് നിന്നോട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നീ ഒരു പുതിയൊരു ഡ്രസ്സ് ഇട്ടാൽ പോലും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് അത്. ഭയങ്കര ഇപ്പം എല്ലാ ആൾക്കാരും പറയാറുണ്ട്, എൻ്റെ വിഷമത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നിൻ്റെ ആൾക്കാരെന്ന് പറയാറുണ്ട്. പക്ഷേ അതിലുപരി സന്തോഷം ഉണ്ടാകുമ്പോഴും നിനക്ക് നല്ലതുണ്ടാകുമ്പോഴും നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും നീ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതാ ഞാൻ ഉദാഹരണം പറഞ്ഞത്. നീ ഒരു തുണി ഒരു പുതിയത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല, അതുപോലും ഇഷ്ടമല്ല. നീ നല്ലതായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നീ അങ്ങനെ അത്രയും ജലസായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആൾക്കാരെ അറിഞ്ഞ് പെരുമാറാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കുക. ഇതിൽ പലർക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പിന്നെയും
അവരുടെ അടുത്ത് സൗഹൃദം കൂടുക. അതും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് സൗഹൃദം കൂടാൻ വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കൊരു ഓർമ്മ വേണം ആരാണെന്നുള്ളത്. നിങ്ങളുടെ കാര്യങ്ങൾ അവർ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്നേഹം നടിച്ചു വരാറുണ്ട്. അപ്പം നിനക്കറിയാം, എന്നിട്ടും നീ വീണ്ടും അവരോട് നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിലെ പുരോഗതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കരുത്, അവരോട് പറയണ്ട എന്ന് തന്നെയാണ്. നീ അറിഞ്ഞാൽ മതി, അത് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിൻ്റെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നീയും നിനക്ക് വേണ്ടിയിട്ടുള്ള തടസ്സം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കരുത്. അതേപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അവർക്ക് നല്ല സമയമാണിത്. എന്നാൽ പോലും എല്ലാം ശ്രദ്ധിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജോലിയൊക്കെ പ്രത്യേകിച്ച് ജോലി ശ്രമിക്കുന്ന ആൾക്കാർ, വിദേശത്തോട്ടാണെങ്കിലോ അല്ലെങ്കിൽ ചില കോമ്പറ്റീറ്റീവ് എക്സാം, ഗവൺമെൻറ് എക്സാം പോലുള്ള എഴുതുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല സമയമാണ്. ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ നിന്ന്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പുരോഗതി ഉണ്ടാവുന്ന സമയമാണ്. പലരും എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിനക്ക് തരേണ്ട ഏത് സമയത്താണെന്ന് വെച്ചാൽ ഞാനത് നിനക്ക് തരും. അതിനകത്ത് നിനക്ക് ഞാൻ ഉറപ്പ് തന്നിട്ടുള്ള കാര്യമാണ്. നീ എന്നോട് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും വീണ്ടും അയ്യോ അത് നടക്കുമോ എങ്ങനെയാണെന്നുള്ള നിൻ്റെ ഒരു മനസ്സിൻ്റെ എന്താ പറയുക, രണ്ട് മനസ്സായിട്ടാണ് നിൽക്കുന്നത്. ഇത് നടക്കുമോ ഇല്ലയോ, എനിക്ക് അത്രയും സാമ്പത്തികമില്ല, എൻ്റെ കുടുംബം, അയ്യോ എൻ്റെ ശത്രുക്കൾ കണ്ടോ അവരൊക്കെ ഭയങ്കര നല്ലതായിട്ടിരിക്കുന്നു. അങ്ങനല്ല, നീ നിൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നീ നിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യണം. കാരണം നിൻ്റെ സമയം നല്ലതാണ്. ഇപ്പം നീ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നിനക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട്, നിനക്ക് അതിൻ്റെയൊക്കെ ഒരു ബലം കിട്ടുന്ന സമയമാണ്. അപ്പം അതൊക്കെ നീ ശ്രദ്ധയോടെ ചെയ്യുക എന്ന് തന്നെയാണ്. നീ തളർന്നിരിക്കേണ്ട ആളല്ല, നീ മടി പിടിച്ചോ തളർന്നിരിക്കേണ്ട ഒന്നും സമയവും അല്ല, അങ്ങനെ ഒരാളുമല്ല. അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റി വെക്കരുത്. എനിക്കതുകൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് പണമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ നിൻ്റെ ആ സ്വപ്നങ്ങൾ മാറ്റി വെക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെറിയ കാര്യങ്ങളിലേക്ക് ഒതുങ്ങി പോകേണ്ട ആൾക്കാരല്ല, വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തേണ്ടതും വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ട ആൾക്കാരാണ്. നിങ്ങളത് നേടിയെടുക്കുന്നുണ്ട്. നിങ്ങളത് നേടിയെടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്വയം നിങ്ങളെ ശപിച്ച് ഇരിക്കരുത്, അത് നിർത്തണം. അതേപോലെ തന്നെ നിങ്ങൾ ഭൂരിഭാഗം പേരും ഒരു ലൂപ്പ് പോലാണ്. എന്ന് വെച്ചാൽ ഒരേ കാരണത്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് എപ്പോഴും. ചിലപ്പോൾ ചിലർ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ അതിലൊക്കെ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. നിങ്ങളത് നേടിയെടുക്കുന്നുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. സ്നേഹം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ട് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരേ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് അമ്മ. അത് ചിലർക്ക് സാമ്പത്തികമാവാം, അതും അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം പ്രതീക്ഷിക്കാം. നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം കൊണ്ട് നേടിയെടുക്കുന്നവരുണ്ട് ചിലർ. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അതിനൊരു മാർഗം നിങ്ങൾ നോക്കുമ്പോൾ ഇല്ല എങ്കിൽ പോലും അതിനൊക്കെയുള്ള ഒരു മാർഗം നിങ്ങൾക്ക് കൊണ്ടുവരും. നിങ്ങളതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് തന്നെ അതിനൊക്കെ ഉള്ള സഹായങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ അമ്മ തരും എന്ന് തന്നെയാണ്. അതിന് അമ്മ തന്നെ ഒരു മറുപടിയായിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെയൊക്കെ അടയാളങ്ങളും ഒക്കെ നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നീ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറന്നും പോകരുത്. എല്ലാ കാര്യങ്ങളും നീ ഓർമ്മ വേണം. നിൻ്റെ കൂടെ ആരൊക്കെയാണ് നിന്നെ സഹായിച്ചിട്ടുള്ളത്, എല്ലാവരുടെയും മനസ്സ് നിനക്ക് അറിയാമല്ലോ. ഇതിലൊരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുക, അതേപോലെ തന്നെ അവഗണിക്കുക, നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഓർത്ത് വെച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അമ്മ പറയുന്ന ഒരു വലിയൊരു മുന്നറിയിപ്പ് തന്നെയായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച സഹായിച്ച ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് വലിയൊരു ആവശ്യകത തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, നിങ്ങളുടെ മനസമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയിലേക്ക് വരുന്നുണ്ട്.
അതേപോലെ തന്നെ നിങ്ങൾ ഒരു നെഗറ്റീവ് എനർജി ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം ഭയങ്കര ഒരു ക്ഷീണമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അത് കണ്ണ് ഏറെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഇച്ചിരി കല്ലുപ്പ് എടുത്ത് കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കുളിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ തറ തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കല്ലുപ്പിട്ടതിന് ശേഷം ആ വെള്ളം കൊണ്ട് വീട് തുടച്ച് വൃത്തിയാക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതും നെഗറ്റീവ് എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, വീടുകൾ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീട് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരിലും ഒരു മാറ്റം വരണം. കാരണം ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. അതും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. അതേപോലെ തന്നെ അമ്മ നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ ഉറപ്പാണ്, നിങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ അമ്മ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ ഇടതും വലതുമായിട്ട് മുന്നിലും പുറകിലുമായിട്ട് അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ നയിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയുടെ കാര്യങ്ങളിൽ സംശയിക്കാതിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് അത് സമർപ്പിക്കുക. അതിൽ വീണ്ടും സംശയങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക. മനസ്സിൽ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം. അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ പേരിൽ ഒക്കെ നിങ്ങൾ സ്നേഹിച്ച് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ച് പോയി എന്നൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പുരോഗതിക്കായിട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അത് അമ്മ പരിഹരിക്കും. അത് അമ്മയുടെ കാര്യമാണ്. അത് അമ്മ പരിഹരിച്ചോളും. അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ ശത്രുക്കൾക്കുള്ള ഒരു തിരിച്ചടി എന്നോളം അമ്മ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വളർച്ചയാണ്. അവരെക്കാൾ ഉയരത്തിൽ നിന്നെ വളർത്തിക്കൊണ്ട് അവരോട് പ്രതികാരം ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഈ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നീ ഇപ്പോൾ കാണുന്നത് പോലെ ഈ കൊഴിഞ്ഞ ഇലകളായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് നിന്നെ തന്നെ തോന്നുവാണെങ്കിൽ പോലും ആ മരം വളരുന്നുണ്ട്. അതിലൊരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനിയും ഒരു പുതിയ ഒരു വസന്തകാലത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിന്നെ വളർത്തുന്നുണ്ട് അമ്മ. ആ കാര്യത്തിലൊന്നും നീ ഒരിക്കലും നിന്നെയും നിൻ്റെ ജീവിതത്തിനെയോ നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ചോ ഒന്നും നീ നിന്നെ തന്നെ ജഡ്ജ് ചെയ്യണ്ട എന്ന് തന്നെ ഒരു വലിയ ഉറപ്പും കൂടാണ് ഈ ഒരു സന്ദേശത്തിൽ തരുന്നത്. നിന്നെ യാതൊരു കാരണവും കൂടാതെ നിന്നെ മാറ്റി നിർത്തിയിട്ടുള്ള, നിന്നെ വിഷമിപ്പിച്ചിട്ടുള്ള, നിൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ വരെ ചൂണ്ടിക്കാണിച്ചിട്ട് നിന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് നിൻ്റെ ചുറ്റും. നിൻ്റെ പുരോഗതിയുടെ ദിവസങ്ങളിൽ നിന്നെ അവർ തേടി വരുന്നതായിട്ട് പോലും കാണുന്നുണ്ട്. അപ്പോഴും അമ്മ പറയുന്നതെന്ന് വെച്ചാൽ, ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നീ മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും ട്രൂ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥ സ്വഭാവം നിന്നോടെങ്ങനെയാണെന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. കുഞ്ഞേ, നീ അതിനനുസരിച്ച് വേണം പെരുമാറാൻ. നീ നിൻ്റെ നല്ല കാര്യങ്ങൾ, നിൻ്റെ സ്നേഹം, നിൻ്റെ ആത്മാർത്ഥതയൊന്നും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നീ കൊടുക്കരുത്. അവരത് അർഹിക്കുന്നില്ല. നിൻ്റെ സ്നേഹമാണെങ്കിലും നിൻ്റെ ആത്മാർത്ഥതയാണെങ്കിലും എല്ലാം നിന്നെ സ്നേഹിച്ചിട്ടുള്ള, നിൻ്റെ സന്തോഷത്തിലും നിൻ്റെ ദുഃഖത്തിലും, നിൻ്റെ സന്തോഷവും ദുഃഖമല്ല, നിൻ്റെ ഏതവസ്ഥയിലും നിന്നെ സഹായിച്ചിട്ടുള്ള, നിന്നെ കൂടെ നിർത്തിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണം നീ നിൽക്കാൻ. മറ്റുള്ളവർ നിന്നെ കുറ്റം പറഞ്ഞു, നിന്നെ മോശം പറഞ്ഞു, നീ മോശക്കാരി ആവുന്നില്ല. അവരങ്ങനെ പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വഭാവമാണ്. അത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. മാറ്റാൻ പറ്റുന്ന ഒരാൾ നീയാണ്. നീ അവരെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നീ സ്വയം തിരുത്തുക എന്നുള്ളതാണ്. നീ നിൻ്റെ പ്രതീക്ഷകൾ കൈവിടരുത്. നീ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും അമ്മ നിനക്ക് വേണ്ടി സാധിച്ചു തരും. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നീ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നെ അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി നീ ആഗ്രഹിച്ചതിലും അപ്പുറം ഒരു ജീവിതം ഞാൻ നിനക്ക് വേണ്ടി പണിയുന്നുണ്ട്. നീ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ തന്നെ നിനക്കത് കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ. ഒന്നിൻ്റെയും അവസാനമല്ല. നിൻ്റെ പ്രശ്നങ്ങൾ കാരണം നീ പലതും ചിന്തിച്ചങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു സമാധാനം ഉണ്ടാവണം. നീ കുറേ കൂടെ ധൈര്യപ്പെട്ട് തന്നെ ഇരിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ നീ തളർന്നു പോവരുത്. അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ മറികടക്കാൻ നീ എന്തെല്ലാം ചെയ്യുവാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും.
അതിനെല്ലാം പരിഹാരവും ഉണ്ട്. അല്ലാതെ ഒന്നിൻ്റെ അവസാനമൊന്നും അല്ല. നിനക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. നീ അതിനു വേണ്ടി തയ്യാറായി ഇരുന്നോളൂ എന്ന് തന്നെയാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. പുതിയ പുതിയ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വരാനും അതിലൂടെ തന്നെ നിനക്കൊരു മനസമാധാനം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കരുതിയിരിക്കാൻ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആൾക്കാർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആൾക്കാർ നിങ്ങളെ തേടി വരുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സമയം നല്ലതാണ്. അപ്പം അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ശത്രുക്കളൊക്കെ നിങ്ങളെ സമീപിക്കാം, സ്നേഹത്തോടൊക്കെ വരാം. അപ്പം അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഉള്ളിലിരിപ്പൊന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാവൂ. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതൊരു സൂചനയായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദേശമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് അമ്മ തരുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭദ്രകാളിപ്പത്ത് ശ്ലോകത്തിനെ പറ്റിയിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനത് എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കണം. വീട്ടിൽ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അമ്മ കാണുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഉടനടി മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അമ്മ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളും ഉപദേശങ്ങളും. താങ്ക് യു ഫോർ വാച്ചിങ്.